ആക്സിയം ഫോർ ദൗത്യ സംഘത്തിന്റെ മടക്കയാത്ര നാളെ വൈകിട്ട് 4:35 ചൊവ്വാഴ്ച ഉച്ചയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്ലാഷ് ഡൌൺ ചെയ്യുമെന്നാണ് വിവരം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 7:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് ചടങ്ങ് ഉണ്ടാകും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അജയ്, മൈക്രോഗ്രാവിറ്റി അടക്കമുള്ള വിഷയങ്ങൾ ഒരു പക്ഷേ വെല്ലുവിളികളായിട്ടുണ്ടായേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഈ സ്ലാഷ് ഡൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ചാലഞ്ചുകളെയും മറികടന്നുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്? എപ്പോഴത്തേക്കാണ് ഈ ലാൻഡിംഗ് ഉണ്ടാവുക? അപർണ, നീണ്ട 17 ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ ദൗത്യ സംഘം ഭൂമിയിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ ഒരു വാർത്ത നമുക്ക് കേൾക്കാനായി സാധിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ തിരിച്ചു വരുന്ന സമയവും അതുപോലെ തന്നെ മറ്റ് ഷെഡ്യൂളുകളും നാസ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായത്. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെയായിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ വിക്ഷേപണ സമയത്ത് കണ്ടതുപോലെ തന്നെ നാസയുടെയും അതുപോലെ തന്നെ ഈ സ്പേസ് എക്സിൻ്റെയും എല്ലാം യൂട്യൂബ് ചാനലുകൾ വഴിയും അവരുടെ വെബ്സൈറ്റ് വഴിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 2 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ പ്രോസസ്സുകൾ ആരംഭിക്കും. 2:25 ഈ 4 ബഹിരാകാശ യാത്രികരും ഡ്രാഗൺ പേടകത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കും എന്നാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് 4:15 അൺഡോക്കിംഗ് പ്രക്രിയ, ഇന്ത്യൻ സമയം 4:15 അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത്. 4:15 തുടങ്ങുന്ന അൺഡോക്കിംഗ് പ്രക്രിയ 4:35 പൂർത്തിയാവുകയും ഇത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുകയും ചെയ്യുകയാണ്. തുടർന്ന് വീണ്ടും ഒരു 23 മണിക്കൂറോളം ഉള്ള ഒരു യാത്രയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇത് ഭൂമിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ ഇത് ലാൻഡ് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ 4 ബഹിരാകാശ സഞ്ചാരികളെയും കപ്പൽ മാർഗം തീരത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഒരു 7 ദിവസത്തെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരും. ഭൂമിയിലുള്ള ഗുരുത്വാകർഷണവുമായി എല്ലാം ഇവർക്ക് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ 7 ദിവസം സജ്ജീകരിച്ചിട്ടുള്ളത്. തുടർന്നായിരിക്കും ഇതിൻ്റെ വിവരങ്ങൾ, ഈ 60ഓളം പരീക്ഷണങ്ങൾ ഇവർ നടത്തുകയുണ്ടായിരുന്നു. ഇതിൻ്റെ വിവരങ്ങളെല്ലാം അതിനുശേഷമായിരിക്കും പുറത്തോട്ട് വിടുക. ഈ ബഹിരാകാശ നിലയത്തിൽ ഡ്രാഗൺ പേടകത്തിനകത്ത് മൊത്തത്തിൽ 580 പൗണ്ടിൻ്റെ വിവിധ ഭാരത്തിലടങ്ങിയ പരീക്ഷണ വസ്തുക്കളുമായിട്ടാണ് ഇവർ ഭൂമിയിലേക്ക് മടങ്ങുന്നത്. നമ്മുടെ ശുഭാംശു ശുക്ലയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് വെച്ച് വിരിയിച്ചെടുത്ത വിത്തുകൾ അത് ഇനി അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് ഭൂമിയിൽ നമ്മുടെ സാധാരണ നോർമൽ അന്തരീക്ഷത്തിൽ അത് നട്ടുപിടിപ്പിച്ച് അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നിരീക്ഷിക്കുകയും ബഹിരാകാശത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത വിത്തിൻ്റെ ഭൂമിയിലുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ അത് തുടർച്ചയായി അറിയുകയും എല്ലാം ചെയ്യും. ഇത്തരത്തിൽ എല്ലാ ബഹിരാകാശ സഞ്ചാരികളെയും നിയോഗിച്ചിട്ടുള്ള ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ പാഴ്സലുകളുമായിട്ടാണ് അവർ ഭൂമിയിലേക്ക് എത്തുന്നത്. ഇത് മാത്രമല്ല ബഹിരാകാശത്തുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു ഘട്ടങ്ങൾ, അതുമാത്രമല്ല ഇത് മസിൽ സെൽസ് അതുപോലെ തന്നെ ബോൺ സെൽസ് ഇതെല്ലാം റേഡിയേഷൻ അടിക്കുമ്പോൾ ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് ബഹിരാകാശ സഞ്ചാരികൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇനി ഭാവിയിൽ സ്വീകരിക്കാനുള്ളത്. അതുമാത്രമല്ല ഈ മസിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനുള്ള കൂടുതൽ ഒരു സജ്ജീകരണങ്ങളെല്ലാം ഈ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി വരുത്താൻ സാധിക്കുമെന്നാണ് വിവരം. അതുമാത്രമല്ല ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന കമ്പ്യൂട്ടർ സ്ക്രീനുകൾ, നോർമൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യരുടെ കണ്ണിനുണ്ടാകുന്ന ചലനത്തിന്റെ വ്യത്യാസങ്ങൾ, ബഹിരാകാശത്ത് വെച്ചുള്ള കണ്ണിന്റെ ചലനത്തിലുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം ശുഭാംശു ശുക്ല നിരീക്ഷിക്കുകയുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം വിവരങ്ങളുമായിട്ടാണ് അടുത്ത ദിവസം ചൊവ്വാഴ്ച അദ്ദേഹം ഭൂമിയിലേക്ക് എത്തുക. റൈറ്റ് അജയ്, വിവരങ്ങൾ